വാഗ്മയ ഭാഷാ പ്രതിഭ 2023-24 LP വിഭാഗം ഉപജില്ലാതല ചോദ്യം, അതായത് സബ് ജില്ലാതല ചോദ്യങ്ങളാണ്. ആകെ 5 ചോദ്യങ്ങളാണ്. നമുക്കിതിൽ സ്കോർ 25 സ്കോറാണ്. നമ്മൾ സ്കൂൾ തലത്തിലും 5 ചോദ്യങ്ങളാണ്, 25 സ്കോറാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. LP വിഭാഗത്തിന്റെ ക്ലാസ് തലത്തിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി കണ്ടു നോക്കൂ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. മിന്ന മിനുങ്, മിന്ന മിനുങ്. നമുക്കിതിൽ ശരിയായിട്ടുള്ളത് മിന്ന മിനുങ് ആണ്. അതുപോലെ രണ്ടാമത്തത് നോക്കാം. ഭക്ഷണം, ഭക്ഷണം. ഭക്ഷണം എന്ന് നമ്മൾ പറയില്ല, ഭക്ഷണമാണ് ശരി. അടുത്തത് രാജ്ഞി. അവിടെ ചന്ദ്രകല ആവശ്യമില്ല, കാരണം അത് കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ചന്ദ്രകലയുടെ ആവശ്യമില്ല. രണ്ടാമത് രാജ്ഞി എന്നാണ്. രാജ്ഞി എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല, രാജ്ഞി എന്നാണ് പറയുന്നത്. ഇനി ഡി നോക്കാം. തീപ്പെട്ടി, തീപ്പട്ടി. ഇവിടെ ആദ്യത്തെ തീപ്പെട്ടിയാണ്, തീയുള്ള പെട്ടിയാണ് തീപ്പെട്ടി. രണ്ടാമത്തെ തീപ്പട്ടി എന്നാണ്, തീയുള്ള പട്ടി. അത് ശരിയല്ല, തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേതാണ് തീപ്പെട്ടിയാണ് വേണ്ടത്. ചന്ത, അത് ചന്ദനത്തിൻ്റെ ചന്ത എന്നാണ് എഴുതിയിരിക്കുന്നത്, തെറ്റ്. ചന്ത, ചന്ത എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ വാക്കാണ് ശരി ഉത്തരം. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന കടങ്കഥകൾ വായിക്കൂ, ശരി ഉത്തരങ്ങളുമായി യോജിപ്പിക്കൂ. അവിടെ 5 കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഉത്തരം നേരെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഉത്തരം ക്രമം തെറ്റിച്ചാണ് കൊടുത്തത്. നമ്മളത് ചേരുംപടി ചേർത്ത് പൂരിപ്പിച്ച് എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പേപ്പർ തരും, അതിലേക്ക് പൂരിപ്പിച്ച് എഴുതണം. 5 ശരിയായാൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കടങ്കഥകൾ നോക്കാം. അകലെ നിന്ന് നോക്കിക്കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും. അത് ക്യാമറയാണ്. അടുത്ത ചോദ്യം. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. കൺപോളകളാണ്. ഇട്ടാൽ പൊട്ടാത്ത കിങ്ങിണി മുട്ട, അത് കടുകാണ്. ഉടുപ്പൂരി കിണറ്റിൽ ചാടി, അതങ്ങനെ കേൾക്കാത്ത ഒരു കടങ്കഥയാണ്. പഴമാണ്. പഴത്തിൻ്റെ ഉടുപ്പ്, അതായത് തൊലി പൊളിച്ചിട്ടാണ് നമ്മൾ കിണറാകുന്ന വായിലേക്ക് ഇടുന്നത്. അടുത്തത് കടലിൽ താണു പൊന്നിൻ കിണ്ണം. അത് കടൽ തീരത്തൊക്കെ താമസിക്കുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. സൂര്യനാണ്. അറബിക്കടലിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു ചിത്രമാണ് ഈ കടങ്കഥയിൽ ഉള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിതിൽ എല്ലാത്തിൻ്റെയും ഉത്തരം അറിയില്ലെങ്കിലും ഒരു 3 എണ്ണത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ നമ്മളത് പൂരിപ്പിക്കുക. അതിനുശേഷം ബാക്കി വരുന്നത് നമുക്ക് ഊഹിച്ച് എഴുതാൻ സാധിക്കും. മൂന്നാമത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്ന കവിതാ ഭാഗം വായിക്കുമല്ലോ. എന്തെല്ലാം പ്രകൃതി ഭംഗികളാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത് എഴുതൂ. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഭംഗി, അതായത് മരങ്ങള്, മലകള്, പുഴകള്, തോട് മനുഷ്യരുണ്ടാക്കിയതല്ല, പ്രകൃതി സ്വയം ഉണ്ടായത്. അതാണ് പ്രകൃതി ഭംഗി എന്ന് പറയാം. അതേസമയം കെട്ടിടങ്ങളും വാഹനങ്ങളും മനുഷ്യരുണ്ടാക്കിയത് പ്രകൃതി ഭംഗിയിൽ വരുന്നില്ല. കവിത വായിച്ചു നോക്കാം. സുപ്രസിദ്ധമായ ഒരു കൃതിയാണ് രമണൻ. ചങ്ങമ്പുഴ എഴുതിയിട്ടുള്ള രമണിലെ കുറച്ച് വരികളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. മലരാണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റോരാലസൽ ഗ്രാമ ഭംഗി, പുളകം പോൽ കുന്നിൻ പൂറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി, പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി, ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും, അരികെഴുന്നൽ പടവീഥികളും, പല പല താഴ്വരത്തോപ്പുകളും. ചങ്ങമ്പുഴ. രമണൻ എന്ന കൃതിയിൽ ചങ്ങമ്പുഴ രചിച്ച കുറച്ച് വരികളാണിത്. നമ്മൾ ഇങ്ങനെ കിട്ടിയാൽ ഇത് നമുക്ക് പരിചയമില്ലാത്ത വരികളാണ്. സിമ്പിളായ കവിതയാണ് എങ്കിലും നമ്മൾക്ക് പരിചയമില്ലാത്ത വരികളായതുകൊണ്ട് നമ്മളിതൊരു 3, 4, 5 തവണ വായിച്ച് അതിൻ്റെ ആശയം, അതിലെന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രകൃതിയിലെ ഏതൊക്കെ ഭംഗികളാണ് ഇതിലുള്ളത് എന്ന് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. പച്ചപ്പ് നിറഞ്ഞ കാടുകളിൽ നിറയെ പൂത്ത മരങ്ങൾ. ഈ കവിതയുടെ വാക്കുകൾ മലരണി കാടുകൾ തിങ്ങി വിങ്ങി എന്ന് നമ്മൾ എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതുന്നത് നമ്മളിത് ശരിക്കും ആശയം മനസ്സിലാക്കിയിട്ടില്ല എന്നതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് നമ്മളിത് ആശയം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ സ്വന്തം വാചകത്തിൽ അല്ലെങ്കിൽ ഈ കവിതയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എഴുതേണ്ടത്. കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. കറയറ്റ എന്ന് പറഞ്ഞാൽ കറയില്ലാത്ത, കളങ്കമില്ലാത്ത, ഒട്ടും ചെളിയില്ലാത്ത ഗ്രാമഭംഗി, അതായത് നിർമ്മലമായ ഗ്രാമഭംഗി. അത് നമുക്കൊരു പോയിന്റായിട്ട് എഴുതാം. നിർമ്മലമായ ഗ്രാമഭംഗി. ഊട്ടി, നെല്ലിയാമ്പതി ഈ പ്രദേശങ്ങളിലൊക്കെ മലകളിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ വന്നിട്ടുണ്ടാകും. കോടമഞ്ഞ് എന്നൊക്കെ പറയും.
അപ്പോൾ അങ്ങനെ മഞ്ഞ് ഇങ്ങനെ മലയിൽ തങ്ങി നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. അതാണ് ഇവിടെ പറയുന്ന ഒരു ഭംഗി. മലകളിൽ മഞ്ഞ് തങ്ങി നിൽക്കുന്നു. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? കുന്നിൻ മുകളിൽ മഞ്ഞ് വീണ് കിടക്കുന്ന മനോഹരമായ കാഴ്ച. അതൊരു പ്രകൃതിദത്തമായ കാഴ്ചയാണ്. ഇടയന്റെ പാട്ടിലലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ്കകളും. ഇടയന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ കന്ന് മേയ്ക്കുന്ന ഒരു ബാലൻ, ആടിനെ മേയ്ക്കുകയോ കന്ന് മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ബാലൻ ഇങ്ങനെ ഇരുന്ന് പാട്ട് പാടുകയാണ്. ആ പാട്ട്, ഇടയൻ ബാലൻ്റെ പാട്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രകൃതി, അത് മനുഷ്യ സൃഷ്ടിയാണ് എങ്കിലും അത് ആ പ്രകൃതിയോട് ഇഴുകിച്ചേർന്നതാൽ അതിനാൽ അത് ഒരു പ്രകൃതി ദൃശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യ സൃഷ്ടി ആയതുകൊണ്ട് ഇനി ടീച്ചേഴ്സ് അത് പരിഗണിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അത് ഏറ്റവും അവസാനത്തെ പോയിൻ്റായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കന്നുമേയ്ക്കുന്ന ഇടയൻ്റെ മനോഹരമായ പാട്ട്. ഇനി തടിനിയും താമരപ്പൊയ്കകളും. നാലാമത്തെ ചോദ്യം, മാലിന്യമില്ലാത്ത കേരളത്തിനായി നാം എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ശുചിത്വ വിദ്യാലയത്തിനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. 5 പോയിന്റ് ആ കുറിപ്പിലുണ്ടാവണം, എങ്കിൽ നമുക്ക് 5 സ്കോർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു കുറിപ്പ് എഴുതുമ്പോൾ അതിനൊരു തലക്കെട്ട് നിർബന്ധമാണ്. മാലിന്യമുക്ത കേരളം എന്ന ഒരു തലക്കെട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 5 പോയിന്റ് വരുന്ന വിധത്തിൽ ഒരു 3ഓ 4ഓ ഖണ്ഡികയായിട്ടാണ് ഇത് എഴുതേണ്ടത്. ഞാനിവിടെ ഇതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. തലക്കെട്ട് ശുചിത്വ വിദ്യാലയം. ശുചിത്വ വിദ്യാലയം എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള വിദ്യാലയം എന്നാണ്. ശുചിത്വം എന്നത് ഒരു സംസ്കാരമാണ്. ആരോഗ്യം ശുചിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും മുൻപന്തിയിലാണ് നമ്മുടെ കൊച്ചു കേരളം നിൽക്കുന്നത്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ മുൻപന്തിയിലാണെന്ന് നാം എല്ലാവരും അവകാശപ്പെടുമ്പോഴും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നാം ഏറെ പുറകിലാണെന്ന് കണ്ണു തുറന്നു നോക്കിയാൽ അറിയാം. നമ്മുടെ സ്കൂളുകളിൽ മാലിന്യം കുന്നുകൂടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ മലയാളികൾ വ്യക്തി ശുചിത്വം ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നു. അതേ മലയാളി പൊതു ശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും ഇത്ര ശ്രദ്ധ പുലർത്തുന്നില്ല. നമ്മുടെ സ്കൂളുകളിൽ മാലിന്യം കുന്നുകൂടുന്നു. ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന വാക്കിന് നാം എല്ലാവരും ഒരുപോലെ മനസ്സ് വെച്ചാൽ നമ്മുടെ വിദ്യാലയങ്ങളും മാലിന്യമുക്തമാക്കാം. പല പകർച്ചവ്യാധികൾക്കും കാരണം ശുചിത്വമില്ലായ്മയാണ്. മാലിന്യ കൂമ്പാരങ്ങളും ദുർഗന്ധം വമിക്കുന്ന അങ്ങാടികളും വൃത്തിഹീനമായ സ്ഥലങ്ങളും. അഞ്ചാമത്തെ ചോദ്യമാണ്, ആശയം ഉൾക്കൊണ്ട് താളം തിരിച്ചറിഞ്ഞ് വരികൾ ചേർത്ത് കവിത പൂർത്തിയാക്കൂ. 5 സ്കോറാണുള്ളത് ഇതിനുള്ളത്. നമ്മൾ 2 ഭാഗത്ത് ഇതിൻ്റെ ഉത്തരം എഴുതാനുണ്ട്. 2 ഡാഷ് ഇട്ട ഭാഗത്ത് 2 വരി വീതമാണ് എഴുതാനുള്ളത്. എന്തു നല്ല കേരളം എൻ്റെ കൊച്ചു കേരളം, കായലുള്ള കേരളം പുഴകളുള്ള കേരളം. എന്തു നല്ല കേരളം എൻ്റെ കൊച്ചു കേരളം, കലകളുള്ള കേരളം കഥകളുള്ള കേരളം. എന്തു നല്ല കേരളം എൻ്റെ കൊച്ചു കേരളം, നാട്ടിപ്പാട്ടു നീട്ടിപ്പാടി ഞാറു നടും കേരളം. എന്തു നല്ല കേരളം എൻ്റെ കൊച്ചു, എന്തു നല്ല കേരളം എൻ്റെ കൊച്ചു കേരളം, കേരമുള്ള കേരളം ചാരുവായ കേരളം. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് വാഗ്മയി LP വിഭാഗം സബ് ജില്ലാ തലത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ.